നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. അന്നേരം ഇന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എടുത്തു പറയാനുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ +2 അഡ്മിഷനെ കുറിച്ചാണ്, 2 നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, 3 നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു വ്യത്യാസം വരുവാണ് ടൈം ടേബിളിൽ. ആഴ്ചയിൽ 3 ക്ലാസ് ആക്കുന്നതിനെ കുറിച്ചൊരു മാറ്റം വരാൻ പോവാണ്. അതിൽ 3 കാര്യത്തിലോട്ട് പെട്ടെന്ന് കിടന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാം. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം +2 അഡ്മിഷൻ ഞാൻ ഓരോരോ ഡേറ്റ് പറഞ്ഞ് ലാസ്റ്റ് ക്ലോസ് ചെയ്തതാണ്. നവംബർ 5-ന് ശേഷം ക്ലോസ് ചെയ്തതിനു ശേഷം ഇഷ്ടംപോലെ കുട്ടികൾ ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് ഇല്ല. ഏത് സമയം നിങ്ങൾക്ക് എന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. വിളിച്ച് എടുത്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ക്ലാസ്സിലാണ്, ഉറപ്പാണ്. അന്നേരം ഞാൻ എയർപ്ലെയിൻ മോഡിൽ ഇട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അന്നേരം മെസ്സേജ് ചെയ്തേക്കുക ക്ലാസ്സിന് താല്പര്യമുള്ളവരെല്ലാം. കാരണം ജനുവരിയോട് കൂടിയൊക്കെ ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല, ജനുവരിയോ ഫെബ്രുവരിയോട് കൂടിയൊക്കെ ചിലപ്പോൾ ക്ലാസ് തുടങ്ങാൻ സാധ്യതയുള്ളൂ. മെയിലോ ജൂണിലോ പരീക്ഷയാണ്. അതൊരു 3 മാസമൊക്കെ ഗ്യാപ്പിനിടയിൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്ററുകളും പ്രാക്ടിക്കൽസും എല്ലാം എനിക്ക് സ്കൂളിൽ എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ല, എത്രമാത്രം നടപ്പിലായി വരുമെന്ന് അറിയത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ് തരാൻ പറ്റും. ഇപ്പം ഏകദേശം 3 ചാപ്റ്ററോളം 15-3 ചാപ്റ്ററോളം നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞ് തീരാറായി. ഫുള്ള് നോട്ട്സ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്ന് ചേരുന്നത് എന്നാണോ നിങ്ങൾ ചേരുന്നത് അതുവരെയുള്ള ഫുള്ള് ക്ലാസ്സും തരും, ഫുള്ള് നോട്ട്സും തരും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. +2കാരും +1കാരും +2കാർ പ്രത്യേകിച്ച് എന്ന് നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നു അതുവരെയുള്ള ഫുള്ള് ക്ലാസ്സിന്റെ ലിങ്കും ഫുള്ള് നോട്ട്സും നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. അന്നേരം ജോയിൻ ചെയ്യുക. ഇപ്പം ഞാൻ ഉറപ്പായിട്ടും ഞാനത് ഡേറ്റിനെയും ഒരു പ്രത്യേക ഡേറ്റ് ഞാൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് ഏത് സമയത്തും ജോയിൻ ചെയ്യാം. പക്ഷെ ഒരുപാട് ഒരു താമസം വരാതിരിക്കാൻ നിങ്ങൾ നോക്കുക. കാരണം ചാപ്റ്ററിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടും നല്ല ടിപ്സും ട്രിക്സും എല്ലാം വെച്ചുള്ള വളരെ ഈസി ആയിട്ടുള്ള രീതിയായിരിക്കും നമ്മുടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രീതി തന്നെ ആയിരിക്കും. അതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നല്ല നോട്ട്സ് ആയിരിക്കും, നിങ്ങൾക്ക് ക്രീമായിട്ട് നല്ല നോട്ട്സ് ആയിരിക്കും, നല്ല സ്യൂട്ടബിൾ ആയിട്ട് പഠിക്കാനുള്ള നോട്ട്സ് ആയിരിക്കും. അതൊന്നും മാറ്റമില്ല. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് ഉറപ്പായിട്ട് കൊടുക്കാം. ഇനിയൊരു ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് ചെയ്യാം, വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. അന്നേരം അതിൽ പ്രധാനപ്പെട്ട കാര്യം ഫീസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഫുള്ള് ക്ലാസ്സും എല്ലാവരും ചോദിച്ച് ഞാൻ റിപ്ലൈ ചെയ്ത് ഞാനും ഒരുപാട് പറഞ്ഞതാണ്. ഫുള്ള് ക്ലാസ്, ഒരു വർഷത്തെ ഫുള്ള് ക്ലാസ്, നിങ്ങൾ പരീക്ഷ ചെയ്യുന്നവരെ ഫുള്ള് ക്ലാസ്സും, അതായത് ഫുൾ ചാപ്റ്റർ 15 ചാപ്റ്റർ മുതൽ 2 ടെക്സ്റ്റ് തീരുന്ന ഫുള്ള് ചാപ്റ്ററും ഫുള്ള് നോട്ട്സും എല്ലാം ഉൾപ്പെടെ ഓൺലൈൻകാർക്ക് 2000 രൂപ 2000 രൂപ മാത്രം. ഒരിക്കലും ഒരാളും തരത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയും ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നൊരു സാധനമല്ല എഡ്യൂക്കേഷൻ. നന്നായിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് റിവിഷൻ 2 മാസം റിവിഷൻ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് നമുക്ക് പോകാം. അന്നേരം അത് ഓർക്കുക. +2 അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 3 ക്ലാസ് ആക്കുകയാണ്. ഇപ്പൊ എനിക്ക് 3 ക്ലാസ് ആക്കേണ്ട ആവശ്യത ഇല്ലെങ്കിൽ പോലും ഞാൻ 3 ക്ലാസ് ആക്കുകയാണ്. കാരണം ലാസ്റ്റ് വലിയൊരു ചാപ്റ്റർ, ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നാണ്. അതിനകത്ത് തെർമൽ പ്രോപ്പർട്ടീസും കൈൻഡ് തിയറി തെർമോഡൈനാമിക്സും ഒക്കെ അടങ്ങുന്ന 3 ചെറിയ ചാപ്റ്ററാണ്. ഞാൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ആണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അന്നേരം ഇത് വളരെ ഈസി ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്, വലിയ ടഫായിട്ടുള്ള ടോപ്പിക്കുകളും ഇതിനകത്തുണ്ട്. ഇന്ന് പൂർണ്ണമായിട്ട് ഈസി ഒന്നും അല്ല, കുറേ ടോപ്പിക്കുകളുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യണം നല്ലപോലെ. അന്നേരം അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. അന്നേരം ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണും. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നമ്മുടെ ക്ലാസ്സിന് 5 മണിക്ക് തന്നെയാണ്. അത് നോട്ട് ചെയ്യണം. ചൊവ്വാഴ്ചയും ശനിയാഴ്ച 5 മണിക്കാണ്. വ്യാഴാഴ്ച നമ്മുടെ ക്ലാസ് 7 മണിക്കായിരിക്കും. വ്യാഴാഴ്ച നമ്മുടെ ക്ലാസ് കൃത്യം 7 മണിക്കായിരിക്കും വരുന്നത്. അന്നേരം കാരണം അങ്ങനെ ഞാൻ 3 ദിവസം ക്ലാസ് എടുക്കാനുള്ള കാരണം എനിക്ക് സ്ട്രെയിൻ കൂടുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. കാരണം ഈ ചാപ്റ്ററെല്ലാം തീർന്നതിന് ശേഷം നമുക്ക് കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്ട്രാ വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസോട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാൻ കഷ്ടപ്പെടാൻ എപ്പോഴും തയ്യാറാണ്, നിങ്ങൾ കഷ്ടപ്പെടാൻ ഉറപ്പായിട്ടും തയ്യാറായിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, +2 ക്ലാസ്സുകൾ നിങ്ങൾ സ്കൂളിൽ തുടങ്ങുന്നതായിരിക്കും. ഒരു കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടല്ലോ. ഇത് ഡിസംബറിൽ തുടങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം 10 ദിവസം ക്രിസ്മസിന്റെ ഒരു വെക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നതാണ്, ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ജനുവരി ആകാം, അത് എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ജനുവരി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം നിങ്ങൾ +2 വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം പെട്ടെന്നായിരിക്കും 3-4 മാസത്തിനുള്ളിൽ ഒരു പബ്ലിക് എക്സാം വരിക എന്ന് പറയുന്നത്
ചിലപ്പോൾ നിങ്ങളത് വളരെ കരുതലോടുകൂടി ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം രക്ഷകർത്താക്കൾ ഇപ്പോൾ എന്നെ ആണെങ്കിലും അഡ്മിഷന് വേണ്ടി ഒരുപാട് രക്ഷകർത്താക്കൾ വിളിക്കുന്നത്. കാരണം ആദ്യത്തെ +2 +1 ബാച്ചാണ് സ്കൂൾ കാണാതെ പെട്ടെന്ന് പബ്ലിക് എക്സാമിലോട്ട് പോകും. അല്ല, നിങ്ങൾ വളരെ അവെയറായിട്ടിരിക്കുക. എന്നെക്കൊണ്ട് ഇപ്പൊ എന്റെ ഓൺലൈൻ ഗ്രൂപ്പിൽ ചേരുന്നവർക്കോ കുട്ടികൾക്കെല്ലാം ഉറപ്പായിട്ടും അതിന്റെ 100% അല്ലെ 200% ഞാൻ ഔട്ട്പുട്ട് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കും. കാരണം ആ പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അന്നേരം അത് നിങ്ങൾ കോഷ്യസ് ആയിട്ട് എടുക്കുക. വളരെ ക്ലിയർ ആയിട്ട് +2 നന്നായിട്ട് പഠിക്കുക. +1 ഇമ്പ്രൂവ്മെന്റ് ഉഴപ്പാതിരിക്കാനും വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചോണം. കാരണം പരീക്ഷ തീയതി അടുത്തടുത്ത് വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് പരീക്ഷ നടന്നു. സ്കൂൾ ഓപ്പണിങ്ങിന് മുമ്പ് അതല്ലെങ്കിൽ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം ഒക്കെ നടക്കുമായിരിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് റീസൺ ചെയ്ത് അതും പറയാൻ കഴിയില്ല. അന്നേരം അന്നേരം നമ്മള് ക്ലാസ്സിലേക്ക് കയറാൻ പോവാണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് ഞാൻ വിളിക്കുന്ന വലിയ ഒരു യൂണിറ്റിലെ തെർമൽ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ തുടങ്ങുന്നത്. ടെമ്പറേച്ചറിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാം, എൻജോയ് ചെയ്ത് പഠിക്കാം, നല്ല ഈസി ആയിട്ട് പഠിക്കാം. അന്നേരം സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യം നമ്മള് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ആ ചാപ്റ്ററിനകത്ത് ചെറിയ കാര്യങ്ങൾ മൂലം ഞാൻ പറയാണ്. എന്താണ് ടെമ്പറേച്ചർ? നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് രണ്ട് രീതിയിൽ ചിന്തിക്കും. ഒന്ന് നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ കാലാവസ്ഥയിലെ ടെമ്പറേച്ചർ നോക്കും. നമ്മുടെ പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഓടിയിരുന്ന അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ, അല്ലേ? എപ്പോഴും ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. ടെമ്പറേച്ചർ ഈസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. നമുക്ക് ചൂടുണ്ട്, നമ്മളിപ്പം പനിയാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ വലിയ ക്ലാസ് വരെ നമ്മൾ എപ്പോഴായാലും നമ്മൾ സ്കൂളിൽ പോകാതിരിക്കാൻ ചിലപ്പം കള്ളം പറയുന്നത് നമുക്ക് നല്ല പനിയാണ് എന്ന് പറയും. നമ്മളിങ്ങനെ നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് നോക്കും. ചിലപ്പം ചൂട് കാണുന്നില്ല. അന്നേരം യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർമാർ തെർമോമീറ്റർ വെക്കും. തെർമോമീറ്റർ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യും. ചിലപ്പം 100 ഡിഗ്രി സെൽഷ്യസ് പനിയുണ്ട്, ഭയങ്കര പനിയാണ്, സ്കൂളിൽ ഒരാഴ്ച പോകണ്ട, എന്ത് രസം എന്ന് പറയുന്ന നൊസ്റ്റാൾജിയുള്ള ഒരുപാട് കുട്ടികൾ എപ്പോഴും ഉണ്ട്. അന്നേരം അത് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്നേരം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഇസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. ടെമ്പറേച്ചർ ഇസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന് ചൂടുണ്ടെന്ന് അറിയുന്നതിനെ കുറിച്ചുള്ളതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഈസ് തെർമോമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ കാര്യമാണെങ്കിലും മിസ് ചെയ്യാതിരിക്കുക. അന്നേരം ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഈസ് തെർമോമീറ്റർ. ഞാൻ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, എന്താണ് ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചാണ് ടെമ്പറേച്ചർ അളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്കെയിൽസ് ആണ്. There are 3 scales of temperature. നിങ്ങൾക്ക് അറിയാം, പക്ഷെ നമുക്കത് വളരെ കാര്യമായിട്ട് പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഇതിനകത്ത് ആദ്യത്തെ നിങ്ങൾ എടുത്ത് നോക്കിയേ. There are 3 commonly used scales. ഒന്ന് സെൽഷ്യസ് സ്കെയിൽ. ഏറ്റവും കൂടുതൽ കോമൺലി യൂസ്ഡ് സെൽഷ്യസ് സ്കെയിലാണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി 200 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി 60 ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത്രയും കോമൺലി യൂസ്ഡ് അല്ലെന്ന് വേണമെങ്കിൽ പറയാം ഫാരൻഹീറ്റ്. പക്ഷെ കെൽവിൻ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ടെമ്പറേച്ചറിന്റെ. പക്ഷെ നമുക്ക് 3 സ്കെയിൽസും പഠിക്കണം. അത് ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലാണ്. സെൽഷ്യസ് സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഹാസ് 2 ഫിക്സ്ഡ് പോയിന്റ്സ്. ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. അന്നേരം ഈ സെൽഷ്യസ് സ്കെയിലിനകത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്. ഏതാണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്? അന്നേരം സെൽഷ്യസ് സ്കെയിലിനകത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്. എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്നേരം 2 ഫിക്സ്ഡ് പോയിന്റിൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്, അല്ലേ? ലോവർ ഫിക്സ്ഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കാം? ലോവർ ഫിക്സ്ഡ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്, 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്ര ഡിഗ്രിയാന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷൻ സെൽഷ്യസ് സ്കെയിൽ ഒരു ഡിവിഷൻ എത്ര ആയിരിക്കാം? അന്നേരം നമ്മൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് എടുക്കുന്നത്? ഇപ്പം 100 എണ്ണം ഉണ്ട്. ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1 ഡിഗ്രി സെൽഷ്യസ്. അന്നേരം
അതിനകത്ത് ഓരോ ഡിവിഷനും എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 1 ഡിഗ്രി സെൽഷ്യസ്. അന്നേരം 1, 2, 3 മുതൽ എത്ര വരെയുണ്ട്? 100 ഡിഗ്രി സെൽഷ്യസ്. അന്നേരം ലോവർ ഫിക്സ്ഡ് പോയിന്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ലോവർ ഫിക്സ്ഡ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈച്ച് ഡിവിഷൻ ഈസ് 1 ഡിഗ്രി സെൽഷ്യസ്. എന്നാലും ഞാൻ സെൽഷ്യസ് സ്കെയിലിനെ കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. നമ്മൾ എപ്പോഴും എത്ര വലുതായാലും തെറ്റിക്കുന്ന ഒരു സ്പെല്ലിംഗ് തെറ്റിക്കുന്ന ഒരു കൃത്യമായി തെറ്റിക്കുന്ന ഒരെണ്ണമാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് നിങ്ങൾ നോക്കി, FAHREN. ഹീറ്റ് നമ്മൾ എപ്പോഴും HEAT എന്ന് എഴുതത്തുള്ളൂ. ഇനി മുതൽ ഇത് ഒരിക്കലും തെറ്റിക്കരുത്. പ്ലസ് 1 പഠിക്കുന്നവർ ഇംപ്രൂവ്മെന്റ് എങ്കിലും ഫാരൻഹീറ്റിൽ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് സ്പെല്ലിംഗ് നീ ചോദിച്ചാലോ ചോദിച്ചില്ലെങ്കിലോ, പരീക്ഷയ്ക്ക് ചോദിച്ചാലോ ചോദിച്ചില്ലെങ്കിലോ ഈ സ്പെല്ലിംഗ് നിങ്ങൾ തെറ്റിക്കാതിരിക്കണം. ഫാരൻഹീറ്റ് എന്നാണ് സ്പെല്ലിംഗ്, കൃത്യമായിട്ട് ഇത് എഴുതിയിരിക്കണം. ഫാരൻഹീറ്റ് HEIT ആണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഇവിടെ 2 ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അന്നേരം ലോവർ ഫിക്സ്ഡ് പോയിന്റ് എടുക്കുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എത്ര ഡിവിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 212 മൈനസ് 32 എന്ന് പറയുന്നത് 180 ആണ്. അന്നേരം 180 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നതാണ് 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിനകത്ത് 100 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. 100 ഈക്വൽ ഡിവിഷൻസ്, കാരണം 100 മൈനസ് 0, 100 ഈക്വൽ ഡിവിഷൻസ്. ഇതിനകത്ത് 180 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. ഓരോന്നിനെയും പറയുന്ന പേര്, ഓരോ ഡിവിഷനെയും പറയുന്ന പേര് 1 ഡിഗ്രി ഫാരൻഹീറ്റ്. അന്നേരം അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോവർ ഫിക്സ്ഡ് പോയിന്റ് 32ഉം അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. തമ്മിൽ കുറയ്ക്കുമ്പോൾ 212 മൈനസ് 32 എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനും 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു ഡിവിഷനെ നമ്മൾ 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അത് ഈ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെൽവിൻ സ്കെയിൽ, കെൽവിൻ സ്കെയിൽ സാധാരണ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 273 കൊണ്ട് ആഡ് ചെയ്താൽ മതി. എനിക്കൊന്ന് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം എപ്പോഴും ഒരു ഡിഗ്രി സെൽഷ്യസിന്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം, ഒരു കോമൺ ആയിട്ട് ഇക്വേഷൻ ആണ് T ഡിഗ്രി സെൽഷ്യസ്. അത് എത്ര ആയിക്കോട്ടെ, T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ, 0 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, പ്ലസ് 273 ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി സെൽഷ്യസിന്റെ കൂട്ടത്തിലും 273 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, ബ്രാക്കറ്റ് ഒന്നും വേണം, നമുക്ക് കിട്ടുന്നത് കെൽവിനാണ്. കെ എന്ന് പറയുന്നത് കെൽവിൻ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മള് 10 ഡിഗ്രി സെൽഷ്യസിനെ എനിക്ക് കെൽവിനാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? T ഡിഗ്രിയുടെ അവിടെ 10 കൊടുക്കുക. 10 പ്ലസ് 273 ഈസ് ഈക്വൽ ടു 283 കെൽവിൻ. അന്നേരം എത്ര ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെയും നമ്മൾ 273 ആഡ് ചെയ്താൽ കെൽവിനിലോട്ട് മാറി കിട്ടും. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 0 പ്ലസ് 273 ആഡ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് 273 കെൽവിൻ കിട്ടും. ഇതൊക്കെ നമ്മൾ ഈസിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. അന്നേരം ഇത്രയും നമ്മൾ പറഞ്ഞു തന്നു. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു തന്നു. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ സബ്സ്റ്റൻസ്. തെർമോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ. വാട്ട് ആർ ദി ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ? സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ്, കെൽവിൻ. ഈ മൂന്നെണ്ണം വളരെ 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 നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി 3 സ്കെയിൽസും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിലേഷൻ ഉണ്ട്. ഈ 3 സ്കെയിൽസും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. അന്നേരം ഇത്രയും ക്ലിയർ ആയല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ. നല്ല അടിപൊളിയായിട്ട് ഇനി ഒരു ടോപ്പിക്ക് പോലും വിടാതെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അന്നേരം നമുക്ക് ഈ 3 കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനോട് പഠിക്കാം അടിപൊളിയായിട്ട്. ഓക്കെ വാ. ഓക്കെ, അന്നേരം നമ്മൾ 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ പഠിച്ചു. ഇനി 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം അതിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ റിലേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ആ റിലേഷൻ എന്താണെന്ന് ഒന്ന് ഞാൻ എഴുതുന്ന കണ്ടു. റിലേഷൻ കണക്ടിങ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ.
C by 100 is equal to F minus 32 by 180 equal K minus 273 by 100. ഇതാണ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റും കെൽവിൻ. ഇതാണല്ലോ മൂന്ന് സ്കെയിൽസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് എഴുതാം, കുറച്ചുകൂടെ ഈസി എഴുതാം. ഇത് പഠിച്ചിരുന്നാവും, ഒരെണ്ണം അങ്ങ് പഠിച്ചിരിക്കുക, കാരണം അത് മറക്കരുത്. അന്നേരം C/100 is equal to F minus 32 by 180 is equal to K minus 273 by 100. ഇവിടെ C എന്താണ്? സെൽഷ്യസ് ആണ്. F എന്താണ്? ഫാരൻഹീറ്റ് ആണ്. K എന്താണ്? കെൽവിൻ ആണ്. അത് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് റിലേഷൻ കണക്ടിങ് ടെമ്പറേച്ചർ സ്കെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണം C/100 is equal to F minus 32 by 180 is equal to K minus 273 by 100. ഇതിൽ നിന്നൊരു പ്രോബ്ലം ചോദിക്കുകയാണ്. ഉദാഹരണം പറയാം. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റും, സെൽഷ്യസ് സ്കെയിൽ എന്നിട്ട് അതിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഭാഗം എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ C/100 is equal to F minus 32 by 180. സെൽഷ്യസ് സ്കെയിൽ വന്നു കഴിഞ്ഞാൽ ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഫാരൻഹീറ്റ് എന്നിട്ട് കെൽവിൻ, അല്ലെങ്കിൽ കെൽവിൻ എന്നിട്ട് ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ F minus 32 by 180 is equal to K minus 273 by 100. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F ആയാലും K ആയാലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അന്നേരം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ രണ്ട് രീതിയുണ്ടല്ലോ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ എടുക്കാം. അവിടെയും C/100 is equal to K minus 273 by 100. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്താൽ മതി? T ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്ന് പറയുന്നത് കെൽവിനാണ്. അന്നേരം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് റിലേഷൻ, നമുക്ക് ഒരു എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന മൂന്ന് സ്കെയിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഈസി ആയിട്ട് റിലേഷൻ നമുക്ക് കിട്ടി. അന്നേരം ഏതാണ് റിലേഷൻ? ഒന്നുകൂടെ പറയാം. C/100 is equal to, നല്ല ഉറപ്പിച്ചങ്ങ് പഠിക്കുക, C/100 is equal to F minus 32 by 180 is equal to K minus 273 by 100. ഇങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. നമ്മൾ ഒരു ടോപ്പിക് പോലും മിസ്സാക്കണ്ട, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അന്നേരം ഇത് ഉറപ്പുള്ള ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ഇനി നിങ്ങൾ അങ്ങനെ ഒരു സെലക്ട് ചെയ്ത് പഠിക്കുന്നത് മാറ്റുക, എല്ലാം പഠിച്ചു പോകും. അന്നേരം അതൊക്കെ ആണല്ലോ. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. തെർമൽ എക്സ്പാൻഷൻ ആണ്. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇത്ര ഈസി ആയിരുന്നു വിചാരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അന്നേരം തെർമൽ എക്സ്പാൻഷൻ. അന്നേരം നമ്മുടെ അടുത്ത ടോപ്പിക്ക് തെർമൽ എക്സ്പാൻഷൻ ആണ്. വളരെ ഈസിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പറയുന്നതായിരിക്കും നല്ല ഈസി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു വസ്തു എക്സ്പാൻഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യും. There are 3 types of thermal expansion. 3 types. First one, linear expansion. എന്ത് ഈസി ആയിട്ട് പഠിക്കണം. ലീനിയർ എക്സ്പാൻഷൻ. നമ്പർ 2, ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. സൂപ്പർഫിഷ്യൽ, എന്തോ പേരൊക്കെ നോക്കിയാണ്. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. And third one, cubical expansion. Cubical expansion. There are 3 types of expansion: linear expansion, superficial expansion, and cubical expansion. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ? ഈ ടേമിൽ തന്നെ ഇതെല്ലാം പറയാം. ലീനിയർ എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്നുള്ളതാണ്. അന്നേരം ഒരു വസ്തു, ഒരു റോഡ്, ROD റോഡ്, ഒരു ഇരുമ്പ് ദണ്ട് എടുക്കുക, ഒരു റോഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു അയൺ റോഡ് എടുക്കുക. ഇരുമ്പ് ദണ്ട് എടുത്തിട്ട് നമ്മൾ അവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ, ലെങ്ത് കൂടിയാൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. When the substance in the form of a rod is heated, its length increases, then it is called linear expansion. വളരെ ഈസി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു ടേം കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്.
ഡിനോട്ട് ലെറ്റർ ആൽഫ, അതൊരിക്കലും മറക്കരുത്, ആൽഫ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ വെച്ച് അങ്ങ് പഠിക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത്. ഇത് ഒരെണ്ണം പറഞ്ഞാൽ സൂപ്പർഫിഷ്യലും ക്യൂബിക്കലും ഒക്കെ വളരെ എളുപ്പമാണ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് into rise of temperature, rise of temperature. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ ബാക്കി ബീറ്റയും ഗാമയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, സൂപ്പർഫിഷ്യലും ക്യൂബിക്കലും എല്ലാം. അന്നേരം ഇൻക്രീസിംഗ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ഇൻക്രീസിംഗ് ലെങ്ത് ഞാൻ ഡെൽറ്റ എൽ എന്ന് എഴുതി, ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് എൽ എന്ന് എഴുതി. റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ ടി എന്ന് എഴുതി. അതാണ്ട് ഇക്വേഷൻ ആയി. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ചോദിക്കാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ ക്യാപിറ്റലും സ്മോൾ എല്ലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, സ്മോൾ ടി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലെറ്റേഴ്സ് ഒക്കെയാണ്, കുഴപ്പമില്ലല്ലോ. അന്നേരം ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അന്നേരം വളരെ ഇമ്പോർട്ടൻറ്റ്, ആൽഫ ഈസ് ഈക്വൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ, ഒറിജിനൽ ലെങ്ത് സ്മോൾ എൽ ഇൻറ്റു ഡെൽറ്റ ടി. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാലും ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ലെങ്ത് തന്നെയാണ്. അതും അതും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഏകദേശം ഇതും ക്യാൻസൽ ആയി പോകുന്ന വിചാരിക്കാം. ഞാൻ മെയിൻ ഇക്വേഷൻ വെട്ടിക്കളയുന്നില്ല. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഡെൽറ്റ ടി ആണ്, ബൈ ഡെൽറ്റ ടി. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ മുകളിൽ പോകുമ്പോഴത്തേന് ടി റേസ് ടു -1 വരും. ഇത് പോയി കഴിഞ്ഞാൽ ടി റേസ് ഡെൽറ്റ ടി റേസ് ടു -1 വരും മുകളിൽ പോയി. ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. അന്നേരം കെൽവിൻ റേസ് ടു -1 വരും. ക്ലിയർ ആയോ? 1/t എന്നാണ് വരുന്നത്. 1/t എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -1. ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ റേസ് ടു -1. ഓർത്തോണം, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ റേസ് ടു -1. ഇതിലൊരു മാജിക് ഉണ്ട്, ഇതിന്റെ എല്ലാ യൂണിറ്റ് കെൽവിൻ റേസ് ടു -1. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അടുത്ത സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. മറ്റേ ഡെഫിനിഷൻ പഠിച്ചാൽ എളുപ്പമാണ്. When the substance in the form of a rod is heated, its area increases. It is called superficial expansion. അല്ല, സൂപ്പർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനല്ല സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഒരു റോഡിന് ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ ഏരിയ ഇൻക്രീസ് ചെയ്താൽ അതിനെ പറയുന്നവരാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് superficial expansion, denoted letter beta. Beta is equal to, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡിനോട്ട് ലെറ്റർ ബീറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബീറ്റ is equal to ഇതേപോലെ നമ്മൾ എഴുതുക, ഇൻക്രീസിങ് ലെങ്തിന്റെ സ്ഥാനത്തല്ല ഏരിയ കൊടുക്കുക. അതായത് നമുക്ക് ഇതങ്ങോട്ട് മാറ്റാം, ഇൻക്രീസ് ഇൻ ഏരിയ ബൈ ഏരിയ സ്മോൾ ലെറ്റർ കൊടുത്താൽ മതി അല്ലേ, ക്യാപിറ്റൽ വേണം. ഒറിജിനൽ ഏരിയ ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ ആയിട്ട് എടുക്കാം, ബൈ ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നത് എ പോവില്ല, ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ ടി. കണ്ടോ, ഇവിടെ ലെങ്തിന് പകരം ഇവിടെ ഏരിയ കൊടുത്തു. അന്നേരം ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ യൂണിറ്റ് പറഞ്ഞേ, ഇൻക്രീസ് ഇൻ ഏരിയയും ഒറിജിനൽ ഏരിയ ഏകദേശം ഏരിയ തന്നെയാണ്. അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/Δt അല്ലെങ്കിൽ 1/t എന്ന് പറയുന്നത് കെൽവിൻ റേസ് ടു -1 ആണ്. അന്നേരം എല്ലാത്തിന്റെയും യൂണിറ്റ് സെയിം അല്ലേ? അടുത്തതിലോട്ട് പോവാം, ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഒരെണ്ണം പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾ നോട്ട് അങ്ങോട്ട് വായിക്കുമ്പോഴത്തേന് ഈസിയാണ്, ഒരു 2 മിനിറ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ when the substance in the form of a rod is heated, its volume increases. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അതിന്റെ കൂട്ടത്തിൽ എന്ത് പഠിച്ചേക്കണം? കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഡിനോട്ട് ലെറ്റർ ഗാമ. ഞാൻ ഇനി പ്രത്യേകിച്ച്
ഇതിന്റെ ഇത് പറയേണ്ട ആവശ്യമില്ല, ഇതിന്റെ ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ല. ഇൻക്രീസ് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഇങ്ങനെ എഴുതിയാൽ ഗാമ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഗാമ ഈസ് ഈക്വൽ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വോളിയം ബൈ വി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. അന്നേരം ഇവിടെ ഒറിജിനൽ വോളിയം ഇൻക്രീസ് ഇൻ വോളിയം എല്ലാം ക്യാൻസൽ ആയി പോകും. അന്നേരം 1/T വീണ്ടും വന്നു. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ റൈസ് ടു -1 യൂണിറ്റ്. എഴുതി വൃത്തികേടാക്കിയല്ലേ? യൂണിറ്റ് ഈസ് കെൽവിൻ റൈസ് ടു -1. അന്നേരം 3 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞത്. അന്നേരം തെർമൽ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഈ 3 എണ്ണത്തോടെ കണക്ട് ചെയ്യുന്ന ആൽഫ ബീറ്റ ഗാമ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്നേരം ഇത് ക്ലിയർ ആയല്ലോ. തെർമൽ എക്സ്പാൻഷൻ 3 ക്ലാസ് ചെയ്തേക്കുന്നത് ലീനിയർ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഇതിന്റെ 3ന്റെയും ഇക്വേഷൻസ് ആൽഫ 3 ഡിനോമിനേറ്റർ ആൽഫ ബീറ്റ ഗാമ, ആൽഫ റേ ഗാമ റേ, ആൽഫ റേ ബീറ്റ റേ ഗാമ റേ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേസ് അതല്ല, ഇത് ലീനിയർ എക്സ്പാൻഷൻ ഡിനോട്ട് ചെയ്താൽ ആൽഫ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് എല്ലാം ബീറ്റ, കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ. അതായത് ആൽഫ ബീറ്റ ഗാമ 3ന്റെ ഇക്വേഷൻ. 3ന്റെയും യൂണിറ്റ് മറക്കുക ചെയ്യരുത്, മറക്ക മുടിയാതെ കെൽവിൻ ആണ്. അന്നേരം 3ന്റെ യൂണിറ്റ് കെൽവിൻ, 3ന്റെ യൂണിറ്റ് സെയിം പിച്ചാണ്. എല്ലാം കെൽവിൻ റേസ് ടു -1. കെൽവിൻ റേസ് ടു -1. കെ അല്ല, കെൽവിൻ അല്ല, കെൽവിൻ റേസ് ടു -1. അന്നേരം ഈസി ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തൊരു ചെറിയ ടോപ്പിക്, പക്ഷെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ ഓക്കെ വാ. പിന്നെ നമ്മള് 3 കാര്യങ്ങളോട് പഠിച്ചു. ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ബീറ്റ, കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ. അന്നേരം ഈ ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ഒരുപാട് വർഷം പരീക്ഷയ്ക്ക് വെച്ചാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് എൻ്റെ നോട്ടിനകത്ത് കുട്ടികളെ കൊണ്ടാണ് ഞാൻ നോട്ട് എഴുതിപ്പിക്കുന്നത്, നന്നായിട്ട് പഠിക്കുന്നത്. അതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അന്നേരം നിങ്ങൾക്ക് ഞാൻ ഈ പേജ് അതേപോലെ ഞാൻ അത് കറക്റ്റ് ചെയ്ത് എഴുതിയേക്കാണ്. അതുകൊണ്ട് ഈ പേജ് ഞാൻ എൻ്റെ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല, ശ്രദ്ധിക്കണം. നോട്ടിനകത്ത് ഞാൻ നോട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കഴിയുമ്പോൾ ഈ നോട്ട് കാണത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതങ്ങ് എഴുതിയെടുത്തോണം. സിമ്പിളായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഞാൻ എല്ലാ സ്റ്റെപ്പുകളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നിറഞ്ഞിരിക്കുന്നത്. ഒരു 3 മാർക്കിന് 4 മാർക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം. അന്നേരം ഈ ഒരു ടോപ്പിക് കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ഗാമ, അതൊക്കെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വെച്ച് നമുക്ക് ചെയ്യാം. കൺസിഡർ എ ക്യൂബ് ഓഫ് യൂണിറ്റ് സൈഡ്. ഒരു ക്യൂബ് എടുക്കുക. എല്ലാ യൂണിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 സെന്റിമീറ്റർ, എല്ലാം 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആകാം, അല്ലെങ്കിൽ 1 മീറ്റർ ആകാം. എല്ലാം 1 ആയിരിക്കണം. യൂണിറ്റ് സൈഡ് ആണ്. ഇമാജിൻ ഇറ്റ് ടു ബി, നമ്മൾ ഇമാജിൻ ചെയ്യുക, ഇറ്റ് ടു ബി യൂണിഫോംലി ഹീറ്റഡ് 1 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഇമാജിൻ ചെയ്യുക ഓരോ സൈഡും ഹീറ്റ് ചെയ്യുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെന്റൻസ് ഒക്കെ. ഇത് കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ. അന്നേരം ഇമാജിൻ ഇറ്റ് ടു ബി യൂണിഫോംലി ഹീറ്റഡ് to 1 degree Celsius. Each side expands by alpha. ഓരോ സൈഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് ആൽഫ ആണെങ്കിൽ ആൻഡ് ബിക്കംസ്, അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ആൽഫ ആയിട്ട് മാറും. അങ്ങനെ ഈച്ച് സൈഡ് എക്സ്പാൻഡ്സ് ബൈ ആൽഫ, ഒരു സൈഡ് എക്സ്പാൻഡ് ചെയ്യുന്ന ആൽഫ ആണെങ്കിൽ ആൻഡ് ബിക്കംസ് എന്തായിട്ട് മാറും 1 പ്ലസ് ആൽഫ. അന്നേരം ഈ സെന്റൻസ് എഴുതിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കയറാൻ. അന്നേരം അവിടെ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കാം. ഒറിജിനൽ വോളിയം അല്ലെങ്കിൽ ഇനീഷ്യൽ വോളിയം എന്ന് പറയാം. ഒറിജിനൽ വോളിയം അല്ലെങ്കിൽ ഇനീഷ്യൽ വോളിയം ഓഫ് ദി ക്യൂബ് ഇനീഷ്യൽ വോളിയം ഞാൻ V1 ആയിട്ട് എടുക്കും. നമ്മൾ ശ്രദ്ധിക്കണം, യൂണിറ്റ് സൈഡ് ആണ് ക്യൂബിന്റെ. V1 ഈസ് ഈക്വൽ ടു ക്യൂബ് ആയതുകൊണ്ട് 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. ക്ലിയർ? ഇനി ഫൈനൽ വോളിയം ഓഫ് ദി ക്യൂബ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇറ്റ് ബിക്കംസ് 1 പ്ലസ് ആൽഫ ആയി. അന്നേരം ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം V1 ആയിട്ട് എടുത്താൽ ഫൈനൽ വോളിയം V2 ആയിട്ട് എടുക്കാം. അന്നേരം ക്യൂബ് ആയതുകൊണ്ട് 1 പ്ലസ് ആൽഫ ദി ഹോൾ ക്യൂബ്. അന്നേരം നമ്മൾ അവിടെ എക്സ്പാൻഡ് ചെയ്യണം. A പ്ലസ് ബി ദി ഹോൾ ക്യൂബ്, A ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി പ്ലസ് 3AB സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. കറക്റ്റ് ആണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 പ്ലസ് 3 ആൽഫ പ്ലസ് 3 ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ക്യൂബ്. ഇവിടെ ഒരു പ്രത്യേകത,
ഹയർ ഡിഗ്രി ഉള്ള ആൽഫ എല്ലാം അങ്ങനെ എഴുതുക ചെയ്യാം, അതൊന്നും നമുക്ക് വേണ്ട. ഹയർ ഡിഗ്രി എന്ന് പറയുന്നത് സ്ക്വയറും ക്യൂബും ഒക്കെയാണ്. അതായത് നമുക്ക് 3 ആൽഫ സ്ക്വയറും ആൽഫ ക്യൂബും ഒന്നും വേണ്ട. അങ്ങനെ ബാക്കി എന്ത് വരും? v2 = 1 + 3 ആൽഫ. അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ v2 കിട്ടി 1 + 3 ആൽഫ, v1 കിട്ടി 1. ഇനി എളുപ്പത്തിലോട്ട് കയറാം. ഗാമ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. അന്നേരം ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം അല്ലേ, v2 - v1 ബൈ v1 ഇൻറ്റു ടി. ആ ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതുകയാണ്, v2 - v1 ബൈ v1 ഇൻറ്റു ടി. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഗാമ v2 എന്ന് പറയുന്നത് എന്താണ്? 1 + 3 ആൽഫ. v1 എന്ന് പറയുന്നത് എന്താണ്? 1, അന്നേരം -1. ക്ലിയർ ആയി? ഡിവൈഡ് ബൈ v1 ഇൻറ്റു ടി. v1 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇൻറ്റു 1. ഈ 1ഉം ഈ -1 ക്യാൻസൽ ആയി പോകില്ലേ? അന്നേരം 3 ആൽഫ എന്ന് വരും ഇവിടെ. 3 ആൽഫ ബൈ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഗാമ = 3 ആൽഫ. ക്ലിയർ അതല്ലേ? അതിൽ നിന്ന് ആൽഫ = ഗാമ ബൈ 3. ഇക്വേഷൻ നമ്പർ 1. ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. സിമിലർലി കുറെ സ്റ്റെപ്പുകൾ എഴുതി അങ്ങ് ബുദ്ധിമുട്ടണ്ട. ബീറ്റ എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആൽഫ എന്ന് കിട്ടും. 2 ആൽഫ. അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കുക. ആൽഫ = ബീറ്റ ബൈ 2. ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് നമ്മൾ എല്ലാ ഇക്വേഷനും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ആണ്. ആൽഫ എന്ന് പറയുന്നത് ആൽഫ = 1 തുല്യമാണ്. അന്നേരം ആൽഫ ഈക്വൽ ബീറ്റ ബൈ 2. ബീറ്റ ബൈ 2 ഈക്വൽ ഗാമ ബൈ 3. 3 എഴുതി. ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 1 എന്നല്ലേ എഴുതുന്നത്. ആൽഫ ബൈ 1 = ബീറ്റ ബൈ 2 ഈക്വൽ ഗാമ ബൈ 3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ ബീറ്റ ഗാമ ഈക്വൽ 1:2:3. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ചോദിച്ചാൽ എല്ലാം ഇതാണ് എഴുതേണ്ടത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു വാല്യൂ, ആൽഫയുടെ വാല്യൂ എത്രയാണ്? ചിലപ്പോൾ ഇങ്ങനെ മാത്രം ചോദിക്കും. ആൽഫയുടെ വാല്യൂ എത്രയാണ്? 1. കാരണം ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 1, ബീറ്റയുടെ വാല്യൂ 2, ഗാമയുടെ വാല്യൂ 3. ബീറ്റയുടെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ 2, ഗാമയുടെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ 3. ഇതോടെ നമ്മുടെ മനസ്സിൽ ക്ലിയർ ആക്കിയാണ്. ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അതായത് ഇതിന് വണ്ടൊക്കെ നമുക്ക് തെർമൽ എക്സ്പാൻഷന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, എന്നാലും തിയറി പാർട്ടിൽ ക്ലിയർ ആയിട്ട് വന്നു. അന്നേരം നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ടെമ്പറേച്ചർ തുടങ്ങി, സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ പഠിച്ചു, തെർമൽ എക്സ്പാൻഷൻ പഠിച്ചു, അതിനെ കണക്ട് ചെയ്ത് ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊന്ന് എഴുതി പഠിക്കണം. നമ്മൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കുന്നതിൽ ഒരെണ്ണമാണ് ഇത്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് v1 കണ്ടുപിടിക്കണം, v2 കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആൽഫ ബീറ്റ അതെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ. എപ്പോഴും ഓർത്തോണം, ലാസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതരുത്. അന്നേരം ലാസ്റ്റ് ഇക്വേഷൻ ആൽഫ ബീറ്റ ഗാമ = 1:2:3 എന്ന് പറയും. ആൽഫയുടെ വാല്യൂ 1 ആണ്, ബീറ്റയുടെ വാല്യൂ 2 ആണ്, ഗാമയുടെ വാല്യൂ 3 ആണ്. അന്നേരം ഇനി ഒരുപാട് സമയം കളയുന്നില്ല, നന്നായിട്ട് ഇത്രയും ടോപ്പിക്ക് പഠിക്കുക. അടുത്തത് വ്യാഴാഴ്ച 7 മണിക്കാണ്, അത് മറക്കരുത്. വ്യാഴാഴ്ച 7 മണിക്കാണ് അടുത്ത ഇംപ്രൂവ്മെന്റ് ക്ലാസ് വരുന്നത്. ശനിയാഴ്ച 5 മണിക്ക്. അന്നേരം ചൊവ്വയും ശനി നമ്മുടെ ടൈം ടേബിളിൽ വ്യത്യാസമില്ല. വ്യാഴാഴ്ചകളിൽ 7 മണിക്ക് കൃത്യം വരുന്നതായിരിക്കും. അന്നേരം വ്യാഴാഴ്ച 5 മണിക്ക് നമുക്ക് മറ്റേ ഇതിന്റെ കളേഴ്സിന്റെ വീഡിയോ വരും. അന്നേരം നല്ല പെയിന്റിങ്സ് ഉള്ളവർ ഷെയർ ചെയ്തിടുക. ഏറ്റവും നമുക്ക് നല്ല നോക്കിയത് നമുക്ക് സെലക്ട് ചെയ്യാം. അന്നേരം ഒരുപാട് തിരിക്കൊണ്ട് പോകുന്നില്ല. ഓക്കെ, അന്നേരം ബൈ ബൈ, സീ യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സീ യു. ടിങ് ടിങ്.